നമസ്കാരം. സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന റിലേഷൻഷിപ്പുകളെ പറ്റി വായിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ ശ്രമിക്കുന്ന ഏതാണ്ട് എല്ലാവർക്കും പരിചയമുള്ള ഒന്നാവും ലവ് ലാംഗ്വേജസ് അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ഭാഷകളെന്നോ ഒക്കെ പറയുന്ന ഒരു കാര്യം. 5 ലവ് ലാംഗ്വേജസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ലവ് ലാംഗ്വേജുകൾ നമ്മളുടെ കൂടെയുള്ള ആളുകൾക്കോ നമ്മുടെ പാർട്ട്നേഴ്സിനോ ഒക്കെ മനസ്സിലാവാതെ വരുന്നതോ അല്ലെങ്കിൽ ലവ് ലാംഗ്വേജുകൾ തമ്മിലുള്ള കോമ്പാറ്റിബിലിറ്റി പ്രശ്നങ്ങളൊക്കെയാണ് പലപ്പോഴും ആളുകളുടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതും നമുക്ക് അറിയാം. ഈ ലവ് ലാംഗ്വേജുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയുള്ള നിലവിലുള്ള അറിവുകളും ആ വിഷയത്തിൽ നടന്നിട്ടുള്ള ഗവേഷണത്തെ പറ്റിയും ഒക്കെ പരിശോധിക്കാനാണ് ഈ എപ്പിസോഡിൽ ശ്രമിക്കുന്നത്. 1992 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം, ഡോക്ടർ ഗാരി ചാപ്മാൻ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ലവ് ലാംഗ്വേജുകളെ പറ്റിയുള്ള ഒരു തിയറി, ഒരു ഹൈപ്പോത്തസിസ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ആ പുസ്തകം 50ലേറെ ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ ഗാരി ചാപ്മാൻ വളരെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനും മറ്റുമൊക്കെയാണ്. അടിസ്ഥാനപരമായിട്ട് ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ പാസ്റ്ററായിരുന്ന ഗാരി ചാപ്മാൻ അദ്ദേഹത്തിൻ്റെ PhD ഒക്കെ ഒരു തിയോളജിക്കൽ സെമിനാരിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അദ്ദേഹം പാസ്റ്ററൽ കൗൺസിലിംഗ് ആണ് നമ്മുടെ നാട്ടിലും പുരോഹിതരും മറ്റുമൊക്കെ ആളുകൾക്ക് കൊടുക്കുന്ന തരം കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ് പ്രധാനമായിട്ടും കൊടുത്തിരുന്ന ആളാണ്. അതായിരുന്നു തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വൊക്കേഷൻ എന്ന് പറയുന്നത് തന്നെ. ഈ പാസ്റ്ററൽ കൗൺസിലിംഗ് അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഉൾക്കാഴ്ചകൾ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ലവ് ലാംഗ്വേജസ് എന്ന് പറയുന്നൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കിയത്. ആളുകൾ തങ്ങളുടെ പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ തങ്ങൾ ആരുമായിട്ടാണോ ബന്ധത്തിലുള്ളത് അവർക്ക് മനസ്സിലാവാത്ത ലവ് ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ലവ് ലാംഗ്വേജ് എന്താണെന്നുള്ളത് നമുക്കോ നമ്മുടെ കൂടെയുള്ളവർക്കോ കൃത്യമായിട്ട് മനസ്സിലാവാതെ വരുന്നത് കൊണ്ടൊക്കെയാണ് പലപ്പോഴും ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ തിയറിയുടെ ഒരു ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കാര്യം. നമുക്കെല്ലാവർക്കും ഒരു പ്രൈമറി, ഒന്നോ ചിലപ്പോൾ രണ്ടോ ഒക്കെ പ്രൈമറി ലവ് ലാംഗ്വേജുകൾ ഉണ്ടാവും. ഒരു കപ്പിൾ എടുക്കുകയാണെങ്കിൽ ആ കപ്പിളിലെ 2 പേർക്കും ഒരു പ്രധാനപ്പെട്ട ലവ് ലാംഗ്വേജെങ്കിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ബന്ധം നന്നായിരിക്കും എന്നും, അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് എന്താണോ അതിൽ ആണ് നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ മെച്ചമാക്കും എന്നുമൊക്കെയാണ് തിയറിയിൽ പ്രധാനമായിട്ടും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. 5 ലവ് ലാംഗ്വേജസ്, ഒന്ന് വേർഡ്സ് ഓഫ് അഫർമേഷനാണ്. അതായത് ഈ വെർബൽ കോംപ്ലിമെൻറ്റ്സ്, അപ്രീസിയേഷൻ, അങ്ങനെ വാക്കുകൾ കൊണ്ട് പിന്നെ ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. മറ്റൊന്ന് ക്വാളിറ്റി ടൈമാണ്, അൺഡിവൈഡഡ് അറ്റൻഷൻ ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. സമ്മാനങ്ങൾ, റിസീവിങ് ഗിഫ്റ്റ്സ്, സമ്മാനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. ആക്ട്സ് ഓഫ് സർവീസ്, ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആക്ട് ഓഫ് സർവീസ്. പിന്നെ ഒന്ന് ഫിസിക്കൽ ടച്ച്, കമ്മ്യൂണിക്കേറ്റിംഗ് ഓഫ് അഫെക്ഷൻ ത്രൂ ഫിസിക്കൽ ക്ലോസ്നെസ്. അപ്പോൾ ഇങ്ങനെ ഈ 5 ലവ് ലാംഗ്വേജസ് ആണുള്ളത്. അതിൽ ഉള്ള കോമ്പാറ്റിബിലിറ്റി ആണ് ബന്ധത്തിൻ്റെ ഒരു പ്രധാന, ബന്ധങ്ങളുടെ പ്രധാന വിജയം നിശ്ചയിക്കുന്ന ഒരു പ്രധാന ഘടകം എന്നുള്ളതാണ് ഈ തിയറിയുടെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിയറിയെ പറ്റി അക്കാഡമിക് ആയിട്ടുള്ള കുറച്ച് അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്, കുറച്ചേറെ വിമർശനങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഗാരി ചാപ്മാൻ്റെ ഈ തിയറി അദ്ദേഹത്തിൻ്റെ ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കൾച്ചറൽ ആൻഡ് റിലീജിയസ് കോണ്ടെക്സ്റ്റിൽ ഉണ്ടായി വന്നിട്ടുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ എക്സ്പീരിയൻസസിൽ നിന്നും അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് സാധാരണഗതിയിൽ സൈക്കോളജിയിൽ ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റീവ് വെൽബീയിങ് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ടായി വരുന്നതും അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നതുമൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള, സോഷ്യൽ സയൻസിൽ സാധ്യമായ സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ചും ഡേറ്റ കളക്ഷനും മറ്റും നടത്തി അത്തരം ഡേറ്റയുടെ അനാലിസിസും ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ അത്തരം പ്രപ്പോസ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ഏതെങ്കിലും തിയറികളും മറ്റുമൊക്കെ പ്രപ്പോസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ചാപ്മാൻ്റെ പുസ്തകം അത്തരത്തിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗവേഷണത്തിൻ്റെയോ മറ്റോ അടിസ്ഥാനത്തിൽ ഉണ്ടായതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ആംചെയർ തിയറിയാണ് യഥാർത്ഥത്തിൽ ഈ ലവ് ലാംഗ്വേജിനെ പറ്റിയുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും തെറ്റാണെന്നല്ല, പക്ഷേ അതിൻ്റെ സയൻറ്റിഫിക് വാലിഡിറ്റിയുടെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, അത് ഏകദേശം വളരെ റിജിഡാണ് എന്നുള്ളതാണ്. ഈ ഒരു 5 ലവ് ലാംഗ്വേജസ് ആണ് മനുഷ്യർക്കുള്ളത് എന്ന് പറയുന്നത് വളരെ റിജിഡായിട്ടുള്ള, വളരെ നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയാത്തൊരു ഫ്രെയിം വർക്ക് എന്ന തരത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെടുന്നത് പ്രധാനമായിട്ടും. ഇനി
അദ്ദേഹം ഒരുപക്ഷെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും ആളുകൾ പലപ്പോഴും ഈ ലവ് ലാംഗ്വേജസിനെ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ നക്ഷത്രങ്ങളെ ജന്മനക്ഷത്രത്തെയോ ഒക്കെ മനസ്സിലാക്കുന്നത് പോലെയാണ്. അതായത് എൻ്റെ ലവ് ലാംഗ്വേജ് ഇതാണ്, ഇതല്ലാതൊന്നും എനിക്ക് കഴിയില്ല എന്ന തരത്തിലൊക്കെയാണ് പലപ്പോഴും ആളുകൾ അതിനെ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ മോശമാക്കുന്ന അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ഗുണത്തെ സ്വാധീനിക്കുന്ന മറ്റൊരുപാട് വേരിയബിൾസ് നമ്മൾ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഒരു പ്രധാനപ്പെട്ട അതാണ്. അതുപോലെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഉള്ള കഴിവുകൾ, അതുപോലെ ബന്ധത്തിലുള്ള ആളുകളുടെ ഇമോഷണൽ റിലിയൻസ്, ഇത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ബന്ധങ്ങളുടെ ഊഷ്മളതയും കെട്ടുറപ്പിനെയൊക്കെ കൂടുതൽ സ്വാധീനിക്കുന്നത്. അത്തരം കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ ലവ് ലാംഗ്വേജിൻ്റെ കൺസെപ്റ്റിനകത്തേക്ക് വരുന്നില്ല എന്നുള്ള വേറൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുപോലെ നിലവിൽ ഈ വിഷയത്തെ, അതായത് ഈ ലവ് ലാംഗ്വേജ് എന്ന വിഷയത്തെപ്പറ്റി നടന്നിട്ടുള്ള റിസർച്ചിൽ പലപ്പോഴും വളരെ മിക്സ്ഡായിട്ടുള്ള റിസൾട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. അതായത് അത് അങ്ങനെ തന്നെയാണ് മനുഷ്യർക്ക്, അല്ലെങ്കിൽ അങ്ങനെ 5 ലവ് ലാംഗ്വേജസ് ആണ് യൂണിവേഴ്സലി ഉള്ളത് എന്നുള്ളതും അതിൻ്റെ കോമ്പാറ്റിബിലിറ്റി ഇല്ലായ്മയോ ആണ് ബന്ധങ്ങളുടെ കെട്ടുറപ്പിനെ തീരുമാനിക്കുന്നതെന്നൊന്നും ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു തെളിവും നിലവിൽ, ശക്തമായ തെളിവുകളൊന്നും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. മാത്രമല്ല നമുക്കറിയാവുന്ന, നിലവിലുള്ള ഗവേഷണത്തിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം, ആളുകൾ പലപ്പോഴും സാഹചര്യമനുസരിച്ച് സമയമനുസരിച്ച് ഒക്കെ ഇതിൽ ഏതെങ്കിലുമൊക്കെ ലവ് ലാംഗ്വേജസോട് റെസൊനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ആളുകളുടെ ഈ സോക്കോൾഡ് ലവ് ലാംഗ്വേജ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഉറപ്പിച്ച് കൃത്യമായിട്ട് നിലനിൽക്കുന്ന ഒന്നല്ല, അല്ലെങ്കിൽ എല്ലാ കാലത്തും ഒരുപോലെ തുടരുന്ന ഒന്നല്ല എന്നുള്ളതും, ബന്ധത്തിനകത്തെ ഡൈനാമിക്സ് മാറുന്നതനുസരിച്ചും ആളുകളുടെ പ്രായവും കാഴ്ചപ്പാടുകളൊക്കെ മാറുന്നതനുസരിച്ചും ഒക്കെ ഇതിനകത്തൊക്കെയും മാറ്റങ്ങൾ വരാം എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ആളുകൾ സ്വയം മനസ്സിലാക്കുന്ന സോക്കോൾഡ് ലവ് ലാംഗ്വേജസ് തമ്മിലുള്ള കോമ്പാറ്റിബിലിറ്റി പലപ്പോഴും ബന്ധങ്ങളുടെ ദൃഢതയെ, കെട്ടുറപ്പിനെ വളരെ കാര്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നില്ല എന്ന് മാരീഡ് കപ്പിൾസിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള പല ഗവേഷണങ്ങളും കാണിക്കുന്നത്. ലവ് ലാംഗ്വേജസിൽ കോമ്പാറ്റിബിലിറ്റി ഉണ്ടെങ്കിൽ പോലും അത് വളരെ കാര്യമായിട്ടൊന്നും റിലേഷൻഷിപ്പിൻ്റെ ക്വാളിറ്റിയെ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഈ ആളുകളുടെ പ്രൈമറി ലവ് ലാംഗ്വേജസ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് എല്ലാ കാലവും ഒരുപോലെ തുടരുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലും ഗവേഷണം വളരെ ലിമിറ്റഡ് ആണ്. അത്തരം വിഷയങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ ഗവേഷണം നടന്നിട്ടുള്ളൂ. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഈ തിയറി ഉണ്ടായി വരുന്ന ഈ 5 ലവ് ലാംഗ്വേജസ് ആണ് മനുഷ്യർക്ക് എന്നുള്ളൊരു പ്രപ്പോസൽ തന്നെ യഥാർത്ഥത്തിൽ എംപിരിക്കലായിട്ടുള്ള ഏതെങ്കിലും എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ കേൾക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ ഈ ലവ് ലാംഗ്വേജിനെ പറ്റിയുള്ള റീൽസോ വീഡിയോകളോ പുസ്തകങ്ങളോ ഒക്കെ വായിക്കുകയോ കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഏതൊരാൾക്കും ഇതിനോട് റെസൊണേറ്റ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ അത് എനിക്കും ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ ലവ് ലാംഗ്വേജ് ആണല്ലോ, എനിക്ക് ഒരുപക്ഷെ ഫിസിക്കൽ ടച്ചിനേക്കാൾ ഗിഫ്റ്റുകൾ കിട്ടുന്നതും കൊടുക്കുന്നതുമാണല്ലോ എനിക്ക് പ്രധാനം, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമാവുക എന്നൊക്കെ നമുക്ക് തോന്നാം. അത് ഈ തിയറിയുടെ ഒരു സിംപ്ലിസിറ്റി മൂലം കൂടിയാണ്. അതായത് വളരെ എളുപ്പമാണ്, നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള, നമുക്ക് റിലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒന്നാണ് ഇത്തരം ഒരു കൺസെപ്റ്റ് എന്നുള്ളതാണ്. അത് പക്ഷേ പലപ്പോഴും ജന്മനക്ഷത്രങ്ങൾ ആളുകളുടെ സ്വഭാവത്തെ തീരുമാനിക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും പലപ്പോഴും ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ അത്തരത്തിൽ കൺസർവേറ്ററി ആയിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നത് കൊണ്ടുകൂടി ആവാം. എന്ന് മാത്രമല്ല ഈ ലവ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവയും മറ്റു കാര്യങ്ങളും ഏതൊരാളുടെയും അവരവരുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമല്ല മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ, നന്നാക്കാൻ ഉപയോഗിക്കുന്നവയുമാണ്, അല്ലെങ്കിൽ ഉപകരിക്കുന്നവയുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവയൊന്നും മോശമാണ് എന്നല്ല, മറിച്ച് ആളുകൾക്ക്, ഓരോ മനുഷ്യർക്കും ഒരു പ്രത്യേക ലവ് ലാംഗ്വേജ് പ്രൈമറി ആയിട്ടുണ്ടാകുമെന്നും അതെല്ലാ കാലത്തും ഒരുപോലെ നിലനിൽക്കുമെന്നുള്ളതും അവരുടെ പങ്കാളിയുമായിട്ടുള്ള ഈ ലവ് ലാംഗ്വേജസിൻ്റെ ചേർച്ച അവരുടെ ബന്ധത്തെ മെച്ചപ്പെടുത്താൻ വളരെയധികം സാധ്യതയുണ്ടെന്നുമൊക്കെയുള്ള പ്രപ്പോസലുകൾക്ക്, അത്തരത്തിലുള്ള ഹൈപ്പോത്തസിസുകൾക്ക് നിലവിൽ കാര്യമായിട്ടുള്ള ഗവേഷണത്തിൻ്റെ പിന്തുണയൊന്നുമില്ല എന്നുള്ളതാണ് പ്രശ്നം. കുറച്ച് കാലമായിട്ട് അത്തരം ഗവേഷണങ്ങൾ പല സ്ഥലങ്ങളിൽ ചെറുതായിട്ടെങ്കിലും നടക്കുന്നുണ്ട്. എന്നിട്ടും ഇതുവരെ നമുക്ക് അത്തരത്തിലുള്ള വളരെ ഉറപ്പിക്കാവുന്ന തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒരു തിയറിയെ അങ്ങ് ഒഴിവാക്കി കളയാമെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തതെന്നുമല്ല, അവയൊക്കെ ചെയ്യാം. പക്ഷേ അതുകൊണ്ട് കൃത്യമായിട്ട് ഇന്ന മാറ്റങ്ങൾ ബന്ധത്തിൽ വരുമെന്ന തരത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കാൻ നിലവിൽ തെളിവൊന്നുമില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. മാത്രമല്ല ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് എങ്ങനെ ബന്ധങ്ങളെ കാണാം എന്നൊക്കെയുള്ള മറ്റു ചില തിയറികളും ഒക്കെ ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ ലവ് ലാംഗ്വേജസ് ഒറ്റ ലവ് ലാംഗ്വേജാണ് നിങ്ങളുടേതെന്ന തരത്തിലുള്ള തിയറിയാണെങ്കിൽ ബന്ധങ്ങൾ പലപ്പോഴും ഡയറ്റുകൾ പോലെയാണ്. ഒരു ഡയറ്റ് എന്ന് പറയുമ്പോൾ അത് ബാലൻസ്ഡ് ആയിരിക്കണം, അതിനകത്ത് പലതരം ഘടകങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അതിനകത്ത് ഈ ഓരോന്നും കൃത്യമായ അളവിൽ ചേർന്നാൽ മാത്രമേ നമുക്ക്
പിന്നെ ബന്ധങ്ങൾ ഊഷ്മളമാകൂ എന്നൊക്കെ പറയുന്ന തിയറികളുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള തിയറികൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള പലതരത്തിൽപ്പെട്ട കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ബന്ധങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നൊക്കെയുള്ള തരത്തിൽ നമുക്ക് ബന്ധങ്ങളെ കാണാം. അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന് കമ്മ്യൂണിക്കേഷനാണ്. ബന്ധങ്ങളെ ഏറ്റവും നന്നാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന പലപ്പോഴും കമ്മ്യൂണിക്കേഷനാണ്. അതിനകത്ത് തന്നെ ആക്റ്റീവ് ലിസണിങ്, അതുപോലെ ഡിസ്ക്ലോഷറുകൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ബന്ധങ്ങളെ നിലനിർത്താൻ അല്ലെങ്കിൽ ബന്ധങ്ങളെ നന്നാക്കി കൊണ്ടുപോകാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. മെയിൻ്റനൻസ് ബിഹേവിയറുകൾ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം കാര്യങ്ങളുണ്ട്. അതിനകത്ത് അപ്രീസിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ അക്നോളജ് ചെയ്യുകയും അവയെ പരിഹരിക്കാനുള്ള ശ്രമവും മറ്റുമൊക്കെ നമ്മൾ മെയിൻ്റനൻസ് ബിഹേവിയേഴ്സ് എന്ന് പൊതുവെ വിളിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഈ ലവ് ലാംഗ്വേജസിൽപ്പെട്ട വേർഡ്സ് ഓഫ് അപ്രീസിയേഷനും ഒക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ അതുപോലെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അത് അവരവരുടെയും മറ്റുള്ളവരുടെയും ഇമോഷനുകളെ, വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയുകയും അവരവരുടെ ഇമോഷനുകളെ വളരെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവാണ്. ഇമോഷണൽ ഇന്റലിജൻസ് ഒരു പക്ഷേ മറ്റേത് ഒരു ഘടകത്തെക്കാളും കൂടുതൽ ആളുകൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളെ ക്വാളിറ്റിയെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒന്നാണെന്നുള്ള ഒരുപാട് റിസർച്ച് നമുക്ക് ഉണ്ട്. അതുപോലെ റെസ്പെക്റ്റ്, മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത്, അതുപോലെ പേഴ്സണാലിറ്റി, അതായത് സ്വന്തം പേഴ്സണാലിറ്റിയെ പറ്റി മറ്റുള്ളവരുടെ കൂടെയുള്ള ആളുകളുടെ പേഴ്സണാലിറ്റിയെ പറ്റിയുള്ളൊരു മനസ്സിലാക്കൽ, ഇത്തരം കാര്യങ്ങളൊക്കെയും ആളുകളുടെ ബന്ധങ്ങളുടെ ഊഷ്മളതയെ, കെട്ടുറപ്പിനെ, ക്വാളിറ്റിയൊക്കെ പിന്നെ മെച്ചപ്പെടുത്താനായിട്ടുള്ള ഗവേഷണം നമുക്ക് നിലവിൽ ലഭ്യമാണ്. അപ്പോൾ ലവ് ലാംഗ്വേജസ് എന്ന് പറയുന്ന വിഷയത്തെപ്പറ്റി പൊതുവിൽ പറയാനുള്ള ഒരു കാര്യം, ഈ ലവ് ലാംഗ്വേജ് എന്നൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അത്ര തിയറി തീരെ യൂസ്ലെസ് ആണ് എന്നല്ല, മറിച്ച് നമ്മൾ പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്ക് ഈ വിധിവിശ്വാസമൊക്കെ ഒരുപാട് കൂടുതലുള്ള ആളുകളെന്ന രീതിയിൽ നമ്മൾ ഈ പിന്നെ ഇത്തരം കാര്യങ്ങളെ വളരെ അബ്സല്യൂട്ട് ടേംസിൽ എടുക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ട്. അതായത് എൻ്റെ ലവ് ലാംഗ്വേജ് ഇതാണ്, ഇങ്ങനെ ആയാൽ മാത്രമേ എനിക്ക് എൻ്റെ ബന്ധങ്ങൾ നന്നാവൂ എന്നൊക്കെയുള്ള തരത്തിലേക്ക് നമ്മളതിനെ എടുക്കാതിരിക്കുക. മറിച്ച് ഈ പറഞ്ഞ ലവ് ലാംഗ്വേജ് നമ്മൾ വിളിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ബന്ധങ്ങളെ നന്നാക്കാൻ അല്ലെങ്കിൽ ബന്ധങ്ങളെ നന്നായി കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നവയാവാം. എന്നാൽ അവ നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ പേഴ്സണാലിറ്റിയെ നിർണ്ണയിക്കുന്ന വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണെന്ന തരത്തിൽ അതിനെ മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളുടെ ഒരുപാട് സാധ്യതകളെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് പോലെയുള്ള കാര്യങ്ങളെ മെച്ചപ്പെടുത്താനുള്ള സാധ്യതകളെ ഒക്കെ ഒരുപക്ഷെ പരിമിതപ്പെടുത്താം എന്നുള്ളതാണ് വിഷയത്തിൽ പൊതുവെ പറയാനുള്ളത്. ഇത്രയും കേട്ടതിന് നന്ദി.